എല്ലാവർക്കും നമസ്തേ. ലിതീസ് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ മനോജ് ജോൺസൺ ചെയ്ത ഒരു ചിക്കൻ സാലഡ് റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോണത്. അതിന് വേണ്ട കാര്യങ്ങൾ: എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തേക്കണത്, ഒരു 450 ഗ്രാം നീളത്തിലരിഞ്ഞത്, 55 ഗ്രാം ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, 55 ഗ്രാം ബീൻസ്, 55 ഗ്രാം ബ്രോക്കോളി, ഒരു 85 ഗ്രാം ഉണ്ട് നമ്മുടെ ക്യാപ്സിക്കം. പിന്നെ അതിന് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു 30 ബദാം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് തൊലി കളഞ്ഞെടുത്ത് വെച്ചേക്കണത്, ഒരു 7 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഒലീവ് ഓയിൽ. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെതാ 1 ടേബിൾ സ്പൂൺ വെണ്ണ നമ്മൾ ഇടുന്നുണ്ട്. വെണ്ണയിലാണ് നമ്മളിത് മൊത്തം ചെയ്തെടുക്കണത്. വെണ്ണ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഉരുകട്ടെ. ആ വെണ്ണ ഉരുകിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്. അതിൽ ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് വഴച്ച് ഒന്ന് വേവിച്ച് നമുക്ക് എടുക്കണം. അപ്പം ഇത് തന്നെ വഴറ്റിയാലും കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. ഒന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. ഇതിന് നമുക്കങ്ങ് പകർത്താം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആ കടായി തന്നെയാണ് വയ്ക്കണത്. ബട്ടർ ഇട്ടു. വെജിറ്റബിൾ നമുക്ക് വഴച്ചെടുക്കണമല്ലോ. നമ്മുടെ വെണ്ണ ഉരുകിയിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് നമുക്ക് വഴറ്റി എടുക്കാം. വെജിറ്റബിൾസ് വെന്ത് പോകരുത്. ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന വിധത്തിൽ മാത്രം നമ്മൾ വെജിറ്റബിൾസ് വഴറ്റാൻ പാടുള്ളൂ കേട്ടോ. ഒരിത്തിരി കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് നമ്മൾ ഇപ്പം ഇട്ടതാണല്ലോ. കുറച്ച് ഉപ്പ്. ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വെജിറ്റബിൾസ് ആയിട്ടുണ്ട്. ഞാനത് ഒരു 8 മിനിറ്റ് നമ്മുടെ സിമ്മിലിട്ട് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അതാണിത്. ഇനി നമുക്ക് ഓഫാക്കാം. നമ്മുടെ ഡ്രസ്സിങ് ചേർക്കാം. ഡ്രസ്സിങ്ങിന് വേണ്ടി തൊലി കളഞ്ഞ് കുതിർത്ത് വെച്ച നമ്മുടെ 30 ബദാം, 7 അല്ലി വെളുത്തുള്ളി, ഒരു നുള്ള് ഉപ്പ്, പിന്നെ നമ്മുടെ ഒലീവ് ഓയിൽ, ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. 1 ടേബിൾ ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ഡ്രസ്സിങ് ചേർക്കുന്നുണ്ട്. ഇത് തണുത്തിട്ടുണ്ട്. ചിക്കനും വെജിറ്റബിൾസും തണുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സിങ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 മുറി നാരങ്ങ നീര് കൂടി ചേർക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ സാലഡ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നമസ്തേ.